ചില റിലീജിയനെ തൊട്ട് കളിക്കാൻ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ഒരു പേടിയുള്ളതുപോലെ തോന്നി. അതെന്താണെന്നറിയില്ല. എന്തായാലും അതില് ഒരു പറഞ്ഞു വെക്കുന്ന ഒരു സാധനം അതിൽ നല്ല വശങ്ങൾ എത്രത്തോളം കാണിച്ചു എന്നുള്ളതാണ്. കുറേ അതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് അതിലെ ആഭാസതരമാണ് അല്ലേ. ഒരു ഒരു അത്രയും വേദവും മന്ത്രവും തന്ത്രവും ഒക്കെ പഠിച്ചൊരു വ്യക്തിയിൽ നിന്ന് ഒരു സ്ത്രീയെ അടുത്ത് അല്ലെങ്കിൽ അവരടുത്ത് വരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഒരു സാധനത്തിനാണ് സിനിമ ഹൈലൈറ്റ് ചെയ്തത്. അത് IFFK പോലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ അവാർഡിനൊക്കെ പരിഗണിക്കാവുന്ന ഒരു സാധനം തന്നെയാണ്. സ്വാസിക എപ്പോഴും നല്ലൊരു ആർട്ടിസ്റ്റ് തന്നെയാണ്. അവർക്ക് നേമം പുഷ്പരാജ് സാറിൻ്റെ സിനിമ ആയതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ വന്നു. കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കുറേ കൂടെയൊക്കെ നന്നായിട്ട് അവർ ഒരുപാട് കാലിബറുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ട് നല്ലൊരു സ്പേസ് ആയിരുന്നു. അത് പ്രതീക്ഷയ്ക്കൊത്ത് കിട്ടിയോയെന്ന് ചോദിച്ചാൽ കുറച്ച് നിരാശയുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പറയാവുന്നൊരു സബ്ജക്റ്റ് തന്നെയാണ്. പറഞ്ഞു വന്ന രീതി ഈ പറഞ്ഞ പോലെ രണ്ട് റിലീജിയനെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് വന്നു. ചില റിലീജിയനെ തൊട്ട് കളിക്കാൻ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ഒരു പേടിയുള്ളതുപോലെ തോന്നി. അതെന്താണെന്നറിയില്ല. എന്തായാലും പറയുമ്പോൾ എല്ലാത്തിലും കണക്റ്റഡ് ആയിട്ടൊരു സബ്ജക്റ്റ്, ഇതൊരു കോമൺ സബ്ജക്റ്റ് ആണല്ലോ. പക്ഷേ റിലീജിയസ് ആയിട്ട് അതിനെ ടച്ച് ചെയ്യുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സ്പർദ്ധ വരുന്നില്ലെങ്കിൽ കൂടി ഇപ്പോൾ ഹൈന്ദവ മതത്തിൽ ഒരു പറഞ്ഞു വെക്കുന്ന ഒരു സാധനം അതിൽ നല്ല വശങ്ങൾ എത്രത്തോളം കാണിച്ചു എന്നുള്ളതാണ്. കുറേ അതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് അതിലെ ആഭാസതരമാണ് അല്ലേ. ഒരു അത്രയും വേദവും മന്ത്രവും തന്ത്രവും ഒക്കെ പഠിച്ചൊരു വ്യക്തിയിൽ നിന്ന് ഒരു സ്ത്രീയെ അടുത്ത് അല്ലെങ്കിൽ അവരടുത്ത് വരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഒരു സാധനത്തിനാണ് സിനിമ ഹൈലൈറ്റ് ചെയ്തത്. അത് ഇത്തരം നെഗറ്റീവ് ഹൈലൈറ്റിനാണല്ലോ ഓഡിയൻസ് ഉള്ളത്. അതുകൊണ്ടായിരിക്കാം സ്ക്രിപ്റ്റിങ്ങിൽ അങ്ങനെ ഒരു ഉദ്ദേശം വന്നതെന്ന് തോന്നുന്നു. എന്തായാലും സിനിമ കുഴപ്പമില്ല, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. പിന്നെ പറയുന്നൊരു അതിനകത്തുള്ളൊരു എനിക്കിഷ്ടപ്പെട്ടത് എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാ സിനിമകളിലും ഫ്രീക്വൻ്റായിട്ട് വരുന്നൊരു സാധനം തന്നെയാണ് സ്ത്രീയുടെ ഇക്വാളിറ്റി അല്ലെങ്കിൽ സ്ത്രീയുടെ ഒരു പവർ കാണിക്കുന്ന സിനിമകളൊക്കെ. അത്തരത്തിൽ സ്വാസിക അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് പെർഫോം ചെയ്തു. സ്വാസിക ഒരുപാട് സിനിമകളിൽ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം സെയിം സാധനം തന്നെയാണെങ്കിൽ കൂടി കണ്ടിരിക്കാം അവരുടെ ഒരു പെർഫോമൻസ് വൈസ്. എനിക്ക് തോന്നുന്നു തിയേറ്റർ ഒരു ചെറിയ ആംബിയൻസ് ഉള്ള തിയേറ്ററിൽ കണ്ടതുകൊണ്ടാണ് ഈ ഓഡി തിയേറ്ററിലെ ഏറ്റവും മോശം ഒരു തിയേറ്ററിലാണ് ഈ സിനിമ കാണാൻ പറ്റിയത്. അത് ചിലപ്പോൾ ടെക്നിക്കൽ എറർ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഫുൾ അതിൻ്റെ എനിക്ക് തോന്നുന്ന മ്യൂസിക്കും അതിൻ്റെ ഒരുപാട് സാധനങ്ങൾ നല്ല സാധനങ്ങൾ അതിൻ്റെ അകത്ത് വന്നിരുന്നു. പക്ഷെ അതങ്ങോട്ട് നമുക്ക് നേരാൻ വേണം അത് ആസ്വദിക്കാൻ പറ്റാത്ത ടെക്നിക്കൽ എറർ പോലെ തോന്നി. ആ തിയേറ്ററിൽ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ചില സിനിമകളൊക്കെ അതിനകത്ത് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ OD1 അതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റിയില്ല. പിന്നെ സാറൊരു ആർട്ട് ഡയറക്ടർ കൂടി ആയതുകൊണ്ട് തന്നെ അതെല്ലാം മനോഹരമായിട്ട് ആർട്ടും അതിൻ്റെ ക്യാമറ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് വന്നു. പിന്നെ ബാക്കി ആസ് യൂഷ്വൽ സാറിൽ നിന്ന് ഒരുപാട് നമ്മൾ നല്ല സിനിമകൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും സാറിന് ചെയ്യാൻ പറ്റും. നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. ഫുൾ ക്രൂസിന് ആശംസകൾ. താങ്ക് യു. ഉറപ്പായിട്ടും അത് എനിക്ക് തോന്നുന്നു IFFK പോലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ അവാർഡിനൊക്കെ പരിഗണിക്കാവുന്ന ഒരു സാധനം തന്നെയാണ്. സ്വാസിക എപ്പോഴും നല്ലൊരു ആർട്ടിസ്റ്റ് തന്നെയാണ്. അവർക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സും അതുപോലെ നല്ല ബോൾഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. പിന്നെ ആളൊരു നർത്തകി ആയതുകൊണ്ട് തന്നെ അതിനകത്തുള്ള അവരുടെ ഓരോ ചോടയിപ്പം ഇപ്പോൾ സോങ്സിലായാലും അവരുടെ എക്സ്പ്രഷൻസും അതിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. അവരെ കാണാനൊരു ഭംഗിയാണ്. പിന്നെ അവരുടെ മൂവ്മെൻറ്റ്സും ഒക്കെ വളരെ നല്ലതാണ്. സ്വാസിക നന്നായിട്ട് എനിക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. പക്ഷേ ആസ് യൂഷ്വൽ ഈ പറഞ്ഞ പോലെ എവിടെയോ എന്തോ ചെറിയൊരു പോരായ്മ നമുക്കറിയാം. നമ്മുടെ സിനിമക്കാരായതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അഭിനയിക്കുന്ന സിനിമകൾക്കൊക്കെ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി ഈ വരുന്ന 14-ാം തീയതി ആരണ്യം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ചെറിയ സിനിമ ഇതുപോലെ റിലീസാണ്. സിനിമകൾക്ക് ഒരുപാട് പോരായ്മകളുണ്ടാകും. കാരണം അതിനകത്ത് ഫിനാൻഷ്യൽ ഇതെല്ലാം നോക്കുമ്പം ആർട്ടിസ്റ്റുകൾ കുറവായിരിക്കും. അപ്പോൾ എല്ലാത്തിലും അതിൻ്റേതായ സങ്കീർണതകളുണ്ടാവും. അതുകൊണ്ടാണ് സിനിമ എപ്പോഴും പാളിപ്പോകുന്നത്. പലപ്പോഴും സിനിമ എടുക്കാൻ കഴിവുണ്ടായിട്ട് മാത്രം പോരല്ലോ, അതിനൊരു പ്രത്യേക ആംബിയൻസ് എല്ലാ അർത്ഥത്തിലും വേണം. ഫിനാൻസ് വലിയൊരു ഘടകമാണ്. അപ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മളെല്ലാം വരുമ്പോൾ സിനിമ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അങ്ങനെയാണ്. നല്ലൊരു സിനിമ ആവട്ടെ. ആരണ്യവും അങ്ങനെ പ്രാർത്ഥിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. ഈ സിനിമ 2 എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് ആളുകളുടെ എഫർട്ടാണ് സിനിമ. നമുക്ക് കമൻറ്റ് പറയാൻ എളുപ്പമാണ്. ഈ സിനിമയുടെ പുറകിൽ അവരൊരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് സാറൊക്കെ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്, നേമം പുഷ്പരാജ് സാറ്.
അപ്പോൾ ഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിൻ്റെ ബാക്കി റൈറ്ററും സ്ക്രിപ്റ്റും ബാക്കിയെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് കണ്ടു. അദ്ദേഹത്തെ പരിചയമില്ല, നേരിട്ട് പരിചയമില്ല. എന്തായാലും സിനിമ നന്നായിട്ടുണ്ട്. സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, അതാണല്ലോ വേണ്ടത്. താങ്ക് യു. തീർച്ചയായിട്ടും ആരണ്യം എന്ന സിനിമയ്ക്ക് എല്ലാവരുടെ ആശംസകൾ. താങ്ക് യു.